നമസ്കാരം. ഉച്ചയ്ക്ക് കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ ധനധാന്യമെല്ലാമെന്ന് കവി പാടിയിട്ടുണ്ട്. എന്തക്രമം കണ്ടാലും അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് കണ്ണു തുറന്നുറങ്ങുന്ന പിണറായി വിജയൻ ഈ നാട്ടിൽ ഉണ്ടായിട്ടും കാര്യമില്ലെങ്കിൽ പിണറായി ഇവിടെ ഇല്ലെങ്കിലത്തെ അവസ്ഥ പറയാനുണ്ടോ? പാർട്ടിയും ഭരണവും എല്ലാം കക്ഷത്തിൽ വെച്ചുകൊണ്ടാണല്ലോ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത്. അതിൻ്റെ ഏതാനും ഭാഗം ശശിയുടെ കയ്യിലും ഗോവിന്ദൻ്റെ കയ്യിലും വന്നതോടെ സഖാക്കളും കുട്ടി നേതാക്കളും മുതുക്കൻ വിപ്ലവകാരികളും എല്ലാം നാട്ടിൽ അഴിഞ്ഞാടുകയായിരുന്നു. പോലീസും സംവിധാനങ്ങളുമെല്ലാം കാവൽ നിന്നിട്ടും എസബൈക്കാരന് അടച്ച വാതിൽ തള്ളി തുറക്കാനും തുറന്ന ഗേറ്റ് പൂട്ടാനും അധികാരമുണ്ടെങ്കിൽ ദേശീയ പണിമുടക്കിൻ്റെ മറവിൽ CPMകാരും ശിങ്കടികളും സഖ്യവും അഴിഞ്ഞാടുന്നതിനെ ആർക്ക് എതിർക്കാൻ കഴിയും? ഭരണത്തിലിരുന്ന് കഴിഞ്ഞ 9 വർഷമായി കൂർക്കം വലിച്ചും അയവെട്ടിയും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഒരു ഭാരതാംബയോ ദേശീയ പണിമുടക്കോ വന്നാലേ ഊർജം തിരിച്ചെടുക്കാൻ കഴിയൂ. സ്റ്റാലിൻ്റെ ചെന്നൈയിലും മഹാനഗരമായ മുംബൈയിലും ഒരുത്തനും ഇറങ്ങിയില്ല കടയടപ്പിക്കാനും കാറ്റഴിച്ചു വിടാനും. ഈ ദേശീയ സമരത്തിൽ ഈ മഹാനഗരങ്ങളൊന്നും ഉൾപ്പെടുന്നില്ലേ? ഇവിടെ ഇട്ടാവട്ടത്തിൽ ഭരണത്തിൻ്റെ തണലിൽ പോലീസുകാരെ കൂലിപ്പണിക്കാരാക്കിയും അടിമകളാക്കിയും ഈ പാർട്ടിയും അതിൻ്റെ സംവിധാനങ്ങളും പൂണ്ടുവിളയാടുകയാണ്. ആശുപത്രിയിൽ രോഗികളുമായി പോകുന്ന ഓട്ടോ തകർത്തു. മെഡിക്കൽ കോളേജിൽ രോഗികളുമായി പോയ ജീപ്പ് തകർത്തു. തുറന്നിരുന്ന ഔഷധിയും മെഡിക്കൽ സ്റ്റോറുകളും അടപ്പിച്ചു. സമരക്കാരെ ഭയന്ന് ഓഫീസ് അടച്ചിട്ട് പോയ തപാൽ ജീവനക്കാരനായ ബൈക്ക് യാത്രക്കാരനെ പിന്തുടർന്നെത്തി ആക്രമിച്ചു. മന്ത്രി ഗണേശനെ വിശ്വസിച്ചിറങ്ങിയ യാത്രക്കാർ കൂഞ്ഞു വലിച്ചു. ഒരിടത്ത് പഞ്ചായത്ത് പൂട്ടി താക്കോലുമായി CPM നേതാവായ പ്രസിഡന്റ് സ്ഥലം വിട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാലും ആശുപത്രിയിൽ പോയാലും സമരക്കാർ അടിക്കുമെന്ന നിലയിലായി. രോഗികളുടെ OP ടിക്കറ്റ് ചോദിക്കുന്ന ചില സഖാക്കന്മാരെയും കണ്ടു. രോഗവിവരം അറിഞ്ഞ് ഗുരുതരമാണെങ്കിൽ സഖാവിന് തോന്നിയാൽ വിട്ടയക്കും. ഡോക്ടറിൻ്റെ കുറിപ്പടി വാങ്ങി വായിച്ചു നോക്കുന്ന സഖാവിനെയൊക്കെ കണ്ടാൽ ചിരിച്ച് കൊണം വരും. ഏത് രോഗമാണെന്നും ഏത് മരുന്നാണ് കുറിച്ചതെന്നും ഒറ്റ നോട്ടത്തിൽ ഇവൻ മനസ്സിലാക്കും. മയോ ക്ലിനിക്കിൽ പോകുന്നവന്മാർ ഭാഗ്യവാന്മാർ. വിയർപ്പിൻ്റെ അസുഖമുള്ള നേതാക്കളുടെ ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു ദിവസം. ദേഹം മൊത്തത്തിലിളകിയ ഒരു ദിവസമാണിത്. ശിവൻകുട്ടി പ്രകടനക്കാർക്കൊപ്പം നടന്നു വന്ന് മുദ്രാവാക്യം വിളിച്ച് ഓഫീസിലേക്ക് പോയി. ഇന്നത്തെ ശമ്പളം ഉറപ്പാക്കി. AK ബാലൻ പറയുന്നത് ഞങ്ങൾക്കിന്ന് ശമ്പളം വേണമെന്ന് പറയുന്നില്ലല്ലോ എന്നാണ്. കേട്ടാൽ തോന്നും ബാലൻ 24 വയസ്സേ ഉള്ളൂ എന്നും ഏതോ സർക്കാർ ആഫീസിൽ സൂപ്രണ്ട് ജോലി ചെയ്യുകയാണെന്നും. ബേബി ആണെങ്കിൽ ദേശീയതലം മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് AKG സെൻറ്ററിൽ ഇരുന്നു. പണിമുടക്ക് പൊളിച്ച മറ്റു സംസ്ഥാനങ്ങൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ടവറാച്ച. ബേബി ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള ആദ്യത്തെ ദേശീയ പണിമുടക്കാകയാൽ ഇത് അങ്ങേയറ്റം വിജയിപ്പിക്കേണ്ടത് ഉണ്ട്. സ്വരാജിന് സ്വന്തം വാർഡിൽ വോട്ട് കുറഞ്ഞതുപോലെ കേരളത്തിൽ സമരം പാളിയാൽ ഓന് നാണക്കേടാണ്. ദേശീയ പണിമുടക്ക് വിജയിപ്പിച്ചിട്ട് വേണം ബേബിക്ക് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ. എന്നിട്ട് ഇവിടെ നിന്നും ഒരു മനുഷ്യച്ചങ്ങല അമേരിക്കയിലേക്ക് വലിക്കണം. സത്യത്തിൽ കേരളത്തിൽ ഗവർണറുടെ ആവശ്യം എന്താണെന്ന് CPMകാർ ചോദിച്ച പോലെ ഒന്ന് ചോദിച്ചോട്ടെ. കേരളത്തിൽ ഈ പോലീസിൻ്റെ ആവശ്യം എന്താണ്? എസബൈക്കാർക്ക് ക്ഷൗരം ചെയ്യാനും പിണറായിക്ക് അകമ്പടി സേവിക്കാനും CPMകാർക്കും നേതാക്കൾക്കും സല്യൂട്ട് അടിക്കാനും മാത്രമായി ഇവിടെ ഇങ്ങനൊരു പോലീസ് വേണോ? നിങ്ങൾക്ക് ഈ കാക്കി ഷർട്ടിന് പകരം ചാനൽ ചാവേർ അരുൺകുമാർ ഇടും പോലെ ചുവന്ന ഉടുപ്പിട്ടാൽ പോരെ? ഒന്നുകിൽ പോലീസ് റെഡ് വോളണ്ടിയേഴ്സിലേക്ക് ലയിക്കുക, അല്ലെങ്കിൽ റെഡ് വോളണ്ടിയേഴ്സിനെ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല ഏൽപ്പിക്കുക. കേരളത്തിൽ നടക്കുന്ന ഈ തീവ്ര പണിമുടക്ക് കാണുമ്പോൾ പ്രബുദ്ധ മലയാളികളെ ഓർത്ത് മറ്റു സംസ്ഥാനക്കാർ കൊതിക്കുകയാണ്. അവർക്ക് തുള്ളി അടിച്ച് വീട്ടിലിരിക്കാനും ചിക്കൻ മേടിച്ച് തിന്നാനും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലല്ലോ. കൊല്ലത്ത് ഔഷധിയിൽ കയറി സഖാക്കളുടെ മഹനീയമായ തെറിവിളി, ഗുണ്ടായിസം, കടയടച്ചില്ലെങ്കിൽ മത്സ്യത്തിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന ഭീഷണി. സഖാവ് തലേന്ന് തന്നെ ദേഹം വിയർത്ത കാശുകൊണ്ട് നെയ്മീനും അയക്കൂറയും മേടിച്ച് ഭവനത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യത്തിന് നിരത്തിലിറങ്ങിയ സകല മനുഷ്യർക്കും തെറിയും തല്ലും കിട്ടി. ഈ സമയം കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ പിണറായി വിജയൻ അമേരിക്കയിലിരുന്ന് പാൽക്കഞ്ഞി ഊതി ഊതി കുടിക്കുകയായിരുന്നു. ഗോവിന്ദൻ AKG സെൻറ്ററിൻ്റെ ശീതീകരിച്ച മുറിയിലിരുന്ന് ചൂട് ഏത്തക്കാപ്പവും ബ്രൂ കോഫിയും കുടിക്കുകയായിരുന്നു. സജി ചെറിയാൻ്റെ മന്ത്രിമന്ദിരത്തിൽ വരാൽ കറി തിളയ്ക്കുന്നുണ്ടായിരുന്നു. മന്ത്രി MP രാജേഷിൻ്റെ അടുക്കളയിൽ പോത്തുകറി കുതുകുത തിളച്ചു മറിയുകയായിരുന്നു. മന്ത്രി R ബിന്ദു കണവാ തോരൻകുട്ടി ഉച്ചയൂണ് കഴിച്ചു. വിജയരാഘവൻ അമ്മായിയമ്മ വീട്ടിൽ പോകാൻ കാറില്ലാതെ സങ്കടപ്പെട്ടു. ഗണേശന് നിരാശയായതിനാൽ ഇടിയപ്പം ഇടിച്ചിറക്കി മുട്ടക്കറിയും കൂട്ടി തിന്നു.
വീണ ജോർജിന് കൊഴുപ്പില്ലാത്ത വിപ്ലവത്തിൻ്റെ എണ്ണയിൽ വറുത്ത വിഭവങ്ങളായിരുന്നു അധികവും. റിയാസിന് ഏറ്റവും ഇഷ്ടമുള്ള അപ്പവും വൈകിട്ട് ചെറുപപ്പടവും ചൂട് പൊടിയരി കഞ്ഞിയും. വിപ്ലവം ജയിക്കട്ടെ, പണിമുടക്ക് വൻ വിജയമാകട്ടെ. സുഹൃത്തുക്കളെ, ഈ സമരത്തെപ്പറ്റി തമിഴ്നാടിന് ഒരറിവുമില്ല, ബംഗളൂരുവിന് അറിയില്ല, വിശാഖപട്ടണത്തിനും അറിയില്ല, വിജയവാഡയ്ക്കും അറിയില്ല, മുംബൈക്കും ഡൽഹിക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അവരറിഞ്ഞ ഭാവം നടിച്ചിട്ടുമില്ല. അപ്പോൾ സഖാക്കളെ, അവർക്കാർക്കും അറിയാത്ത വിപ്ലവത്തിൻ്റെ എന്തുണ്ടയാണ് പിണറായി വിജയൻ്റെ കേരളത്തിൽ നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്?